ഏത് തിരുവിതാംകൂർ രാജാവിൻ്റെ കാലത്താണ് നെടുങ്കോട്ട നിർമ്മിച്ചത്? ഉത്തരം ധർമ്മരാജാവ്. ധർമ്മരാജാവ് എന്ന തിരുവിതാംകൂർ രാജാവിൻ്റെ കാലത്താണ് നെടുങ്കോട്ട നിർമ്മിച്ചത്. ഉത്തരവാദ പ്രക്ഷോഭ സമയത്തെ തിരുവിതാംകൂർ ദിവാൻ ആര്? ഉത്തരം CP രാമസ്വാമി അയ്യർ. CP രാമസ്വാമി അയ്യരാണ് ഉത്തരവാദ പ്രക്ഷോഭ സമയത്തെ തിരുവിതാംകൂർ ദിവാൻ. മലബാർ കലാപത്തെക്കുറിച്ച് എഗെയിൻസ്റ്റ് ലോഡ് ആൻഡ് സ്റ്റേറ്റ് എന്ന പുസ്തകം രചിച്ചതാര്? ഉത്തരം KN പണിക്കർ. KN പണിക്കരാണ് മലബാർ കലാപത്തെക്കുറിച്ച് എഗെയിൻസ്റ്റ് ലോഡ് ആൻഡ് സ്റ്റേറ്റ് എന്ന പുസ്തകം രചിച്ചത്. ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിൽ നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ ഗോത്രവർഗ കലാപം ഏത്? ഉത്തരം സാന്താൾ കലാപം. സാന്താൾ കലാപമാണ് ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിൽ നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ ഗോത്രവർഗ കലാപം. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ആഭ്യന്തര വകുപ്പ് മന്ത്രി ആര്? ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ. സർദാർ വല്ലഭായ് പട്ടേലാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ആഭ്യന്തര വകുപ്പ് മന്ത്രി. ലോകത്തിലെ നീതിയുടെ അവസാന വാക്ക് എന്നറിയപ്പെടുന്നത് ഏത്? ഉത്തരം അന്താരാഷ്ട്ര നീതിന്യായ കോടതി. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയാണ് ലോകത്തിലെ നീതിയുടെ അവസാന വാക്ക് എന്നറിയപ്പെടുന്നത്. അമേരിക്കയിൽ ബിൽ ഓഫ് റൈറ്റ്സ് എഴുതി തയ്യാറാക്കിയതാര്? ഉത്തരം ജെയിംസ് മാഡിസൺ. ജെയിംസ് മാഡിസൺ ആണ് അമേരിക്കയിൽ ബിൽ ഓഫ് റൈറ്റ്സ് എഴുതി തയ്യാറാക്കിയത്. ലോകത്ത് ഏറ്റവും കൂടുതൽ കൈവഴികൾ ഉള്ള നദി ഏത്? ഉത്തരം ആമസോൺ. ആമസോൺ ആണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ കൈവഴികൾ ഉള്ള നദി. ആകാശത്തിലെ മറുത എന്നറിയപ്പെടുന്ന ഗ്രഹമേത്? ഉത്തരം ബുധൻ. ബുധനാണ് ആകാശത്തിലെ മറുത എന്നറിയപ്പെടുന്ന ഗ്രഹം. പൂർവഘട്ടത്തെ മുറിച്ചൊഴുകുന്ന പ്രധാന നദികൾ ഏവ? ഉത്തരം മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി. മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി എന്നിവയാണ് പൂർവഘട്ടത്തെ മുറിച്ചൊഴുകുന്ന പ്രധാന നദികൾ. ആരവല്ലി മലനിരകളുടെ ഏറ്റവും ഉയർന്ന ഭാഗമേത്? ഉത്തരം ഗുരുശിഖർ. ഇതിൻ്റെ ഉയരം 1722 മീറ്റർ. ഗുരുശിഖർ ആണ് ആരവല്ലി മലനിരകളുടെ ഏറ്റവും ഉയർന്ന ഭാഗം. ഇതിൻ്റെ ഉയരം 1722 മീറ്റർ. ഗംഗ എവിടെ വെച്ചാണ് സമതലത്തിൽ പ്രവേശിക്കുന്നത്? ഉത്തരം ഉത്തരാഖണ്ഡിലെ ഹരിദ്വാർ. ഉത്തരാഖണ്ഡിലെ ഹരിദ്വാറിൽ വെച്ചാണ് ഗംഗ സമതലത്തിൽ പ്രവേശിക്കുന്നത്. പുഷ്പഗിരി വന്യജീവി സങ്കേതം ഏത് സംസ്ഥാനത്താണ്? ഉത്തരം കർണാടകം. കർണാടകയിലാണ് പുഷ്പഗിരി വന്യജീവി സങ്കേതം. വാലി ഓഫ് ഫ്ലവേഴ്സ് ദേശീയോദ്യാനത്തിലൂടെ ഒഴുകുന്ന നദി ഏത്? ഉത്തരം പുഷ്പവതി. പുഷ്പവതിയാണ് വാലി ഓഫ് ഫ്ലവേഴ്സ് എന്ന ദേശീയോദ്യാനത്തിലൂടെ ഒഴുകുന്ന നദി.